മുഴുവൻ ജീവലോകത്തിനും വിലാസം തീർക്കുവാൻ കൈലാസത്തിൽ ഉയർന്നു നിൽക്കുന്ന ഹിമയും മഹിയും ചേർന്ന് ഉയർന്നു നിൽക്കുന്ന ആ മഹിളയുടെ പേരാണ്, ആ വാഗ്ദേവിയുടെ പേരാണ്, ആ സരസ്വതി ഭാവത്തിൽ ഭൂമിയെ ഈ ആകാശത്തെ മാറ്റുന്ന ആ വൈഭവത്തിന്റെ പേരാണ് ഭാരതാംബ. തീർത്ഥഭൂവാണിത്. അവിടെ മതത്തിനോ മറ്റേതെങ്കിലും വിഭാഗങ്ങൾക്കോ യാതൊരു സാധ്യതയുമില്ല. ഒന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൽ ഏത് ജീവന്റെയും ഹൃദയത്തിനകത്ത് തുടിക്കുന്ന, ആ ഹൃദയത്തിനകത്ത് കൂടുകൂട്ടിയിരിക്കുന്ന രുദ്രനാൽ രുദ്രവർണ്ണമായിരിക്കുന്ന ആ ജലം തന്നെയാണ്. ആ ജലം തന്നെയാണ് ജീവൻ. ആ ജലത്തിന്റെ മായ മാത്രമാണ് നമ്മൾ. ആ ജലത്തിനാണ് ഈ ത്രിഗുണമുള്ളത്. രജോ സത്ത് തമോ ഗുണങ്ങളിലൂടെ ആ ജലം മാഞ്ഞു പോകുന്നതുമാകുന്നു, നമ്മുടെ ജീവൻ മായുന്നതുമാകുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഭാരതാംബയെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന വർണ്ണം സൂര്യന്റെ കാവിവർണ്ണമാണ്. ആ കാവിവർണ്ണമാണ് ഭാരതാംബയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ആ പതാക സൂചിപ്പിക്കുന്നത്.